ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ ഓൾറെഡി ഫുഡ് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. മന്തി ഉണ്ടായിരുന്നു, നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സാലഡ്, അച്ചാർ, അങ്ങനെ പല വക സാധനങ്ങൾ അത് വേറെ ഉണ്ടായിരുന്നു. പെരുന്നാൾ ദിവസം നമുക്കിവിടെ ഫുഡ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഫുഡ് ഇങ്ങോട്ട് എത്തിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കില്ല. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ചെറുപ്പം മുതലേ. എന്തായാലും ഞാനും അഗിയേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 3 മണിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അഗിയേട്ടൻ വെറുതെ ചോദിച്ചു നമ്മളൊരു സിനിമയ്ക്ക് പോയാലോ എന്നല്ല. അപ്പം മഹാരാജ സിനിമ ഓൾറെഡി നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി നേരെ കോട്ടയ്ക്കിലേക്ക് ഇട്ട. മഹാരാജ ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര തിരക്കന്നായിരുന്നു. ഓൾറെഡി സിനിമയ്ക്ക് നല്ല റിവ്യൂ ഉള്ളതുകൊണ്ട്, പെരുന്നാളായതുകൊണ്ട്, പിന്നെ എല്ലാവരും ലീവ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഫാമിലി ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. ഞങ്ങളങ്ങനെ കയറി ഇൻ്റർവെല്ലായപ്പോൾ ഇറങ്ങി ഓരോ പോപ്കോണും കോഫിയൊക്കെ കുടിച്ച് പിന്നെയും കയറി. സിനിമ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് മാത്രമല്ല അഗിയേട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക്